ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. നമ്മളെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. കുറേ ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട്. വേറെ ഒന്നുകൊണ്ടല്ല, കുറച്ച് വീട്ടിൽ നമ്മളിവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിപ്പോയി കേട്ടോ. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മുറ്റം നന്നാക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ എപ്പം വീഡിയോയിൽ പറയലുണ്ടല്ലോ, നമ്മളെ മുറ്റത്ത് പുല്ല് പറിച്ച് മടുത്ത് പുല്ലും കൊണ്ട് കുഴങ്ങി എന്നൊക്കെ ഞാൻ പറയലുണ്ടല്ലോ. അപ്പം ഞാനല്ല കേട്ടോ മൊത്തത്തിൽ ചെത്തി നന്നാക്കിയത്. എനിക്ക് പുരയത്തെ പണിയും ഒന്നാമത്തെ കുറേ മുറ്റമുണ്ട്, എല്ലാം കൂടെ ചെത്തി നന്നാക്കാനൊന്നും എനിക്ക് കഴിയൂല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയും പോലെയൊക്കെ ഞാൻ നന്നാക്കലും ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിനി കേട്ടോ. ചുറ്റുംപുറമൊക്കെ നന്നാക്കി. നമ്മളെ പറമ്പിൽ കുറച്ച് വാഴയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വാഴയിൽ മണ്ണിടലും അങ്ങനെ വളമിടലും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ കൂടെ ചുറ്റുംപുറം വീടിൻ്റെ നമ്മളെ ഷെഡിൻ്റെ ചുറ്റിനൊക്കെ ഒന്ന് നന്നാക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു 2 ദിവസമായിട്ട് ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ലോങ് വീഡിയോയിലേക്ക് അങ്ങനെ അങ്ങോട്ട് വരാണ്ടുന്നത്. കാരണം അതിനായിട്ടുള്ള ഒരു സമയവും കാര്യങ്ങളും നമ്മൾ കണ്ടെത്തണം. ഞാൻ എൻ്റെ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്താണ് വീഡിയോ എഡിറ്റ് ചെയ്യലും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പണിയും കാര്യങ്ങളും തിരക്കൊക്കെ ആയിപ്പോയി. പിന്നെ ഷോർട്ട് വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് 3 മിനിറ്റാണ്. അതിന് പിന്നെ ഏതൊരു പണീൻ്റെ ഇടയിലും അതിന് വേണ്ട സമയം നമ്മൾ കണ്ടെത്താൻ കഴിയും. ലോങ് വീഡിയോ എന്ന് വെച്ചാൽ അതുപോലെ അല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കമൻറ്റിലൂടെ കുറച്ച് ആൾക്കാരാണെന്നുണ്ടെങ്കിലും ലോങ് വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് ഇന്നങ്ങോട്ട് ഈ ഒരു വീഡിയോ കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇന്ന് അതങ്ങോട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയ കൂട്ടത്തിൽ വീഡിയോ കുറച്ച് എവിടെയോ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മക്കളെ ഇന്ന് മദ്രസയിലൊക്കെ പറഞ്ഞയച്ചിട്ട് ഇതാട്ടോ, ഞാൻ സ്കൂളില്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നുമില്ല. സമാധാനത്തിൽ അങ്ങനെ എടുത്താൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുട്ടീൻ്റെ കയ്യിൽ കൊടി കണ്ടപ്പോഴാണ് ഓർമ്മ ആയത്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേ ദിവസത്തതോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നത്തെയോ അങ്ങാനും വീഡിയോ ആണ്. അപ്പം ഞാൻ ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ദോശയും തലേ ദിവസത്തെ ബീഫിൻ്റെ കറിയല്ല, ബീഫിൻ്റെ ആ ഒരു കൊത്തിറച്ചി ഉണ്ടല്ലോ, നമ്മളിവിടെ അങ്ങനെയാണ് കേട്ടോ പറയുക. കോഴീൻ്റെ പാർട്സ് കറി പറയുന്ന പോലെ ബീഫിൻ്റെ മറ്റേ ആ ഒരു സംഭവങ്ങളൊക്കെ ഉള്ള ആ കൊത്തിറച്ചി ഉണ്ടല്ലോ, അതുണ്ട്. ഞാൻ കുരുമുളകൊക്കെ ഇട്ട് നല്ല വരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ദോശയാണ്. പിന്നെ അതിൻ്റെ കൂടെ കപ്പയും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പൂള. ഓരോ സ്ഥലത്തും ഓരോരോ പേരാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോയിലേ നമ്മളതിന് കുഞ്ഞിപ്പത്തിരി എന്നാണ് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നാട്ടിൽ പല പേരുകളാണ് കേട്ടോ കമൻറ്റിലൂടെ കണ്ടിട്ടുള്ളത്. ഞാൻ ഇതുവരെ ആ ഒരു കടിക്ക് അങ്ങനത്തെ പേര് പറയുന്നത് എനിക്ക് അറിയൽ തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ പൂള പറയും, കപ്പ പറയും, വേറെ എവിടെയോ കൊള്ളി പറയും. ഓരോരുത്തരുടെ വീഡിയോയിൽ ഞാനും കാണുമ്പോൾ പഠിക്കുന്നത് തന്നെയാണ് കേട്ടോ ഇതൊക്കെ. അപ്പം ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. തറവാട്ടിൽ നിന്ന് തന്നതായിരുന്നു കേട്ടോ 2 എണ്ണം. അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് കഴുകി അതും ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദോശയും കൂടെ ചുടുന്നുണ്ട്. അത് മക്കൾക്കൊന്നും അങ്ങനെ അധികം ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2ഉം കൂടെ ആകുമ്പോൾ അങ്ങോട്ട് തികയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അപ്പോൾ അത് നല്ലോണം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. ഞാൻ വറവിടുന്നൊന്നുമില്ല. ബീഫിൻ്റെ ആ ഒരു കറി ഉള്ളതുകൊണ്ട് അത് കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതും വെന്തു. അത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് അതിൻ്റെ ആ ഒരു വെള്ളം അധികം ഊറ്റിക്കളയാണ്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും സെറ്റാക്കി ദോശയും ചുട്ട് കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ നാസിമോൻക്കുള്ള ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൻ ഉറങ്ങി എണീച്ച് വന്നേരെ ഓനക്ക് ചായ കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അതിന് ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുകയാണ്. മക്കൾ വരാൻ കുറച്ച് നേരം വൈകും. ഇപ്പോൾ നബിദിനൊക്കെ ആവാനായതുകൊണ്ട് തന്നെ ഓഫ് സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ മദ്രസയിൽ നടക്കുന്നതുകൊണ്ട് ഒരു വരാൻ കുറച്ച് നേരം വൈകും കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും ഇക്കയും കൂടെ ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ എനിക്ക് ചായ കുടി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബാക്കിയുള്ള പണികളും കാര്യങ്ങളും എടുക്കാം, മക്കൾ വന്നാലും അവർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഉള്ളപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഇരുന്ന് ചായ കുടിക്കുക. പിന്നെ രാവിലെ അതുപോലെ ഉച്ചക്കൊന്നും ചിലപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. രാത്രിയാണ് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക. അതൊരു ബർക്കത്ത് തന്നെയാണ്. പക്ഷേ രാവിലെയെന്ന് വെച്ചാൽ ചിലപ്പോൾ അതൊന്നും നടക്കില്ല. കാരണം സ്കൂളും മദ്രസും മക്കളെ വിടലും ഇക്കാക്ക് പോവലും കുട്ടികൾ പോവലും ഓരോ പറഞ്ഞേക്കൽ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കലൊന്നും നടക്കില്ല. രാത്രിയാകുമ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടാവുമല്ലോ. അഥവാ ഇക്ക ചിലപ്പോൾ വരാൻ നേരം വൈകൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ രാത്രി ഞങ്ങൾ മാത്രമായിട്ട് ഇരുന്ന് കഴിക്കുക. ഉച്ചക്ക് അതുപോലെ ആരും ഉണ്ടാവില്ല. ഞാനും
നാസിമോനും തന്നെയാണ് ഉണ്ടാവുക. മക്കൾ സ്കൂളിൽ പോവും, ഇക്ക വണ്ടിയിലും പോവും. അപ്പോൾ പിന്നെ ഞാനും നാസിമോൻ തന്നെയല്ലേ ഉണ്ടാവുക. അപ്പം ഞങ്ങൾ അങ്ങനെ കഴിക്കും. പക്ഷെ എല്ലാവരും ഉള്ളപ്പം എല്ലാവരും ഒരുമിച്ചിരിക്കും. കമൻറ്റിൽ ഇങ്ങനെ പറയലുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്ന്. അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് പറഞ്ഞതാണ്. അങ്ങനെ എന്തായാലും നമ്മളെ ചായ കുടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ സ്ഥലം എവിടെയാണെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ വയനാട്ടിൽ ബാവലിയാണ് കേട്ടോ. മാനന്തവാടീൻ്റെ കുടുംബക്കാരൊക്കെ ആയിട്ട് വരും ഈ ബാവലി പറയുന്നത്. അവിടെയാണ്. എൻ്റെ വീട് മീനങ്ങാടിയാണ്. പിന്നെ ഇക്കാൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇക്ക ജീപ്പ് ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട്. മാഷാ അല്ലാ ഞങ്ങൾക്ക് ആ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ പോവുകയാണ് കേട്ടോ. ജീപ്പ് ടാക്സിയാണ്, വണ്ടിയിൽ പോകുന്നുണ്ട്. പിന്നെ ഫുഡിൻ്റെ പരിപാടിയും ഉണ്ട്. ഇവർ എല്ലാവരും ഏട്ടനനിയന്മാരെല്ലാവരും ഭക്ഷണം വെക്കാൻ പോവലുണ്ട്. കല്യാണം, പുരക്കൂടൽ അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് പോവലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ കുടുംബ വിശേഷങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് എണീച്ചു. അപ്പോൾ ഞാൻ ക്ലീനിങ്ങിനൊന്നും ഇന്ന് നിന്നിട്ടില്ല. ഞാൻ കരുതി വേഗം ചോറും കറിയൊക്കെ അങ്ങോട്ട് ആക്കി വെച്ചിട്ട് എന്താണ് വേഗം അതെല്ലാം അങ്ങോട്ട് ആക്കി വെച്ചിട്ട് പിന്നെ ക്ലീനിങ്ങിന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ കറിയാണ്. അയില മീനുണ്ട്. പിന്നെ മുളകിടാനും കുറച്ച് പൊരിക്കാനും കൂടെ ആക്കണം. പിന്നെ ഞാൻ പയറുണ്ടായിരുന്നു, അപ്പോൾ അത് ഉപ്പേരിയും കൂടെ ആക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി വേണം കേട്ടോ. ഒരു കറിയും ഒരു ഉപ്പേരിയും അങ്ങനെ അതൊരു ശീലമായി പോയി കേട്ടോ. വെറും കറി മാത്രമാകുമ്പോൾ എന്തോ ഒരു ഇടങ്ങാറാണ്. എന്തെങ്കിലും ഒരു ഉപ്പേരിയും കൂടെ ആക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഒന്നാമത്തെ നിച്ചുമോക്ക് സ്കൂളിലേക്ക് ചോറിന് കൊടുത്ത് വിടേണ്ടതുകൊണ്ട് തന്നെ കറിയോളം അങ്ങനെ കൊണ്ടുപോവില്ലല്ലോ. ഒക്കെ ഒരു ഉപ്പേരി ഒരു ചോറും കിട്ടിയാൽ മതി. സ്കൂളിൽ ചോറില്ലേ അവിടുന്ന് കഴിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ പറയലുണ്ട്. പക്ഷേ അവിടെ നിന്ന് തന്നെ ആയിരുന്നു കേട്ടോ കഴിക്കൽ. ഇപ്പോൾ ഈ ഒരു കൊല്ലം മുതലാണ് ചോറ് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുള്ളത്. കൂട്ടുകാരത്തികളും കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ ഒക്കെ ഒരു പൂതിയാണ് കേട്ടോ പുരയിൽനിന്ന് കൊണ്ടുപോകാൻ. അവിടെ നിന്ന് കഴിക്കായിട്ട് അവിടെ കിട്ടായിട്ടോ ഒന്നല്ല. ഞാനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ. നമുക്ക് സ്കൂളിൽ ചോറും കഞ്ഞിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു പൂതിയാണ് പുരയിൽനിന്ന് കൊണ്ടുപോകാൻ. പിന്നെ പറഞ്ഞാൽ ഓളെ ആ ഒരു കൊണ്ടുപോവൽ ഉള്ളതുകൊണ്ട് എന്താ പറയുക, എനിക്കും വേഗം ചോറും കറിയൊക്കെ അങ്ങോട്ട് ആയിക്കിട്ടും. നമുക്കൊരു അടുപ്പിൻ്റെ അടുത്ത പണികൾ വേഗം ഒന്ന് കഴിയുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും മടിക്കാറില്ല, വേഗം അതങ്ങോട്ട് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പയറും ക്യാരറ്റും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത്. ആദ്യം ഞാൻ പയർ തന്നെയാണ്, ഇപ്പോൾ ഓരോ ക്യാരറ്റും കൂടെ അതിൻ്റെ കൂടെ മുറിച്ചിടും. കാണാനൊരു മൊഞ്ചാണല്ലോ. അപ്പോൾ ക്യാരറ്റും പയറും കൂടെ ഉപ്പേരിക്കുള്ളത് അതും ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കടുകൊക്കെ പൊട്ടിച്ചൊന്ന് വറവിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ഞാൻ മീൻ കറി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ കറിക്കുള്ള തക്കാളി ഇതൊക്കെ വാട്ടി അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ മീൻ കറി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മീൻ നന്നാക്കി അതിൽ ഇടേണ്ട അതൊന്നിട്ട് ഒന്ന് വേവിച്ച് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഉറ്റിച്ചാൽ നമ്മളെ കറി സെറ്റ് ആയിക്കോളും. ഞാൻ അധികം അങ്ങനെയാണ് കേട്ടോ ആക്കൽ. കാരണം കിട്ടുന്ന ഗ്യാപ്പിൽ ഓരോരോ പണികൾ അങ്ങനെ ചെയ്ത് വെക്കും. എന്നാൽ പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്കൊരു ആ ഒരു നേക്കും ഒരു രീതി അങ്ങോട്ട് വന്നാൽ നമുക്കും പണികളൊക്കെ എളുപ്പമായി പെട്ടെന്ന് പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ. എപ്പോഴും നമ്മൾ ഈ വീട്ടമ്മമാരെന്ന് പറയുമ്പോൾ എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കാനൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. വേഗം പണികൾ തീർക്കുക, എന്നിട്ട് നമുക്കും വേണം നമ്മളതായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യൽ. എനിക്ക് വീട്ടിൽ നിന്ന് ഒരു ചെറിയൊരു വരുമാന മാർഗ്ഗമായിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ തുടങ്ങിയിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മളെ ചാനൽ ചെറിയ രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളും ഷോർട്ട് വീഡിയോസിനൊക്കെ നല്ലൊരു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ വീഡിയോസിൻ്റെ ആദ്യത്തെ വ്യൂവും കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരാഴ്ച ആയിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ ഈ നന്ദി പറയുന്നു എന്നൊക്കെ ആദ്യം തന്നെ പറയുമ്പോഴേ അത് വെറുതെ ഇങ്ങനെ പറയാൻ തോന്നും. പക്ഷെ അതല്ല കേട്ടോ, നമ്മൾ ആ ഒരു സന്തോഷവും നിങ്ങൾ ആ ഒരു സപ്പോർട്ടിനൊക്കെ നിങ്ങളോട് തിരിച്ച് നമുക്ക് ഇങ്ങനെയല്ലേ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ എല്ലാവരും കമൻ്റ് ഇടുമ്പം കുറേയൊക്കെ ആ ഒരു ഹാർട്ടിൻ്റെ ഇത് നമ്മൾ കൊടുത്തു പോകുന്നത് എല്ലാത്തിലും എഴുതി കഴിയൂല കേട്ടോ. അതുകൊണ്ടാണ്. എന്നാലും ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിൽ നിങ്ങളെല്ലാവരും കമൻറ്റിനും റിപ്ലൈ തരലുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ എന്തായാലും നിങ്ങളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ചില ആൾക്കാരുണ്ട് മെനക്കെട്ടിട്ട് നമ്മളെ ഒരു നെഗറ്റീവ് ഇങ്ങനെ പറയാനായിട്ട്. പിന്നെ നിങ്ങൾ തന്നെ പറയുന്ന പോലെ അത് നമ്മൾ മൈൻഡാക്കണ്ട എന്ന് പറയുന്നുണ്ടല്ലോ. നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതന്നെ മതി. അപ്പോൾ എന്തായാലും മീൻ കറിയും ഉപ്പേരിയും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻ നന്നാക്കാൻ ഇരിക്കുന്നതിൻ്റെ മുന്നേ ചോറിനുള്ള വെള്ളം വെച്ചിട്ടാണ് കേട്ടോ മീൻ നന്നാക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും നന്നാക്കൽ. അപ്പോൾ അതൊക്കെ നന്നാക്കി കറിയിലിട്ട് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് വേവിച്ച് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കുറ്റിച്ചിട്ട് ഞാൻ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പേരിയും ആയിട്ടുണ്ട്. പൊരിക്കാനുള്ള പിന്നെ ഞാൻ പെരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഇപ്പോൾ പൊരിക്കൂല, ഒന്നെങ്കിൽ ചോറ് വയ്ക്കാൻ നേരത്ത് അല്ലെങ്കിൽ പിന്നെ രാത്രിക്കേക്ക് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് പിന്നെ ഇക്ക ഉണ്ട് കേട്ടോ. ഇക്ക വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് താഴെ തറവാട്ടിൽ കിണറുണ്ട്. അപ്പോൾ അവിടുന്ന് വണ്ടി ഒന്ന് കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇക്ക വരുമ്പോഴത്തേക്കും ബട്ടർ ഉണ്ടായിരുന്നു, പാലും വാങ്ങി കൊടുത്തിട്ട് ജ്യൂസ് അടിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിനി കേട്ടോ.
നിച്ചു മോളോട്. അപ്പോൾ ഓൾ അത് അടിച്ച് വെക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ വീട്ടിലുള്ളപ്പോഴാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ഒറ്റക്കാകുമ്പോൾ ഒരു സുഖമില്ലല്ലോ. എല്ലാവരും കൂടെ ഇക്കയും കൂടെ ഉണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും ജ്യൂസൊക്കെ അടിച്ച് ഞങ്ങൾ അങ്ങനെ കുഴിക്കും. അപ്പോൾ നിച്ചു മോള് ഉള്ളതുകൊണ്ട് ആ ഒരു പണികളൊക്കെ ഓൾ അങ്ങോട്ട് ചെയ്തോളും. പിന്നെ ഓൾ അത് അടിച്ച് വെച്ചു. പിന്നെ നമ്മൾ ചോറിന് അരിയിടലും ചോറ് വേവലും വാർക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം എൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. അടിക്കുക, തുടക്കുക, കഴുകുക, മോറുക, തിരുമ്പുക, അങ്ങനത്തെ നമ്മളെ പണികളുണ്ടല്ലോ അതൊക്കെ വേഗം അങ്ങോട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാതും ഒന്ന് വീഡിയോ എടുത്തിട്ടില്ല. ഒന്നാമത്തെ നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ട്രൈപാഡിൻ്റെ തലഭാഗത്തിന് അങ്ങോട്ടൊരു പ്രശ്നമായിരുന്നു. എന്താ പറയുക, ഇതൊക്കെ നാഫിമോനൊക്കെയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ചെറിയൊരു ഇളകലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇന്നൊക്കെ വീഡിയോ എടുക്കാൻ നമ്മളെ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോൺ വെക്കുന്ന ഒരു ഹോൾഡർ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സമാധാനമാണ്. മറ്റേത് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വെക്കണം ഫോൺ ക്യാമറ ഓൺ ആക്കിയിട്ട്, അല്ലെ പിന്നെ മക്കളെ കൊണ്ട് എടുപ്പിക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും ഞാൻ വീഡിയോ ഇടാതിരുന്നിട്ടില്ല. കാരണം വീഡിയോ കൂടെ ഇടാതിരുന്ന നമ്മളെ ചാനൽ പറ്റ ഡൗൺ ആയി പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഏതൊരു തിരക്കിനിടയിലും എങ്ങനെ ഇടങ്ങാറായിട്ടാണെങ്കിലും വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം മീനൊക്കെ പൊരിച്ചെടുത്തു. ഇക്ക അപ്പോഴത്തേക്കും വണ്ടിയൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഇക്കാൻ്റെ കൂടെ വേറൊരു ചെക്കനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ബാവലിയിൽ തന്നെ ഉള്ളതാണ്. ടൗണിലുള്ളൊരു മോനാണ്. വണ്ടി കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇക്കാൻ്റെ കൂടെ വന്നതായിരുന്നു കേട്ടോ ഓന്. അപ്പോൾ ഓർക്ക് എല്ലാവർക്കും ചോറ് കൊടുത്തു. ഓരോ കൂടെ തന്നെ ഇരുന്നിട്ട് ഞാനും ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞത്. എല്ലാവരും കൂടെ ഒക്കെ ആവും. നേരവും വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിശക്കൊന്നും ഉണ്ടായിട്ടോ. അപ്പോൾ പിന്നെ സാധാരണ ഞാൻ ഒറ്റക്കാണ്. ഞാനും നാസിമോനാണെങ്കിൽ വേഗം പണികളൊക്കെ തീർത്ത് കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറ് വയ്ക്കാനിരിക്കൽ. ഇന്ന് പിന്നെ എല്ലാവരും കൂടെ ഒക്കെ ആയി. പണികളൊക്കെ അങ്ങോട്ട് എല്ലാവരും പാടാകുമ്പോൾ അങ്ങോട്ട് മക്കളും ഇക്കൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് നേരം പോകും കേട്ടോ പണികളൊക്കെ തീരാൻ. അപ്പോൾ പിന്നെ ഞാൻ ഓരോ കൂടെ തന്നെ ഇരുന്ന് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ വിശ്രമവും കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കളയിൽ കയറിയിട്ടുണ്ട്. വൈകുന്നേരത്തെ ചായ പരിപാടിയാണ്. അവിൽ കുഴച്ചതും ചായയും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല ഒരു കറുമുറുള്ള ഒരു മട്ട അവിലുണ്ടല്ലോ അതാണ്. അപ്പോൾ തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഞാൻ അതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നാസിമോൻ എന്തിനോ തെറ്റിയിട്ടുണ്ട് കേട്ടോ എന്നോട്. എന്തിനാണ് എന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടണില്ല. ഞാനാണെങ്കിൽ ഓനെങ്ങനെ വെറുതെ ഇളക്കിക്കൊണ്ട് കൂട്ടോ. തെറ്റുമ്പോൾ നല്ല രസമാണല്ലോ ഈ മക്കൾ. കുഞ്ഞു മക്കൾ ആ ഒരു കുസൃതി ഇതൊക്കെ നല്ല രസമാണ്. ഇടയ്ക്ക് നമുക്കൊരു ഇളക്കളക്കുന്ന സമയമുണ്ടല്ലോ അപ്പം ചിലപ്പോൾ നമുക്കൊന്നും ഇഷ്ടപ്പെടില്ല. അങ്ങനെയൊക്കെയാണ് നമ്മളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതാട്ടെ ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ഈ ഒരു സമയത്ത് ചായ കുടിക്കുമ്പോഴാണ് കേട്ടോ ഈ നാസിമോൻ എന്നോട് ചോദിക്കുക, നമ്മൾ നോമ്പ് തുറക്കുകയാണോ ചോദിക്കും. മഹരിബിന് എന്തെങ്കിലും കടികളൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, മഹരിബിന് നമ്മൾ നോമ്പ് തുറക്കുകയാണോ എന്ന് ചോദിക്കും കേട്ടോ കുട്ടി. ഇന്നൊന്നും കുഴപ്പമില്ല, എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഓൻ അങ്ങനെ ചോദിക്കും കേട്ടോ. അങ്ങനെ അവിൽ കുഴച്ചതും ചായയും കൂടെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നാസിമോനുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. ഓനക്ക് ചെറുതായിട്ട് ചുമക്കുന്നുണ്ട്. അതാണ് വീഡിയോയിൽ വോയിസിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊക്കോ എന്ന് ചെല്ലണത് ഇവിടുന്ന് അല്ലേ. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നിച്ചുമോള് ചന്ദനത്തിരി കത്തിച്ചിട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. മൊത്തത്തിൽ നല്ലൊരു മണം ഉണ്ടല്ലോ ആ ഒരു മഹരിബിൻ്റെ സമയത്ത് ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതാ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇക്കയും നാഫിമോനും കൂടെ പള്ളിയിൽ മൗലൂദിനൊക്കെ പോയി ഒരു വന്നതിന് ശേഷം കേട്ടോ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ചോറ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.